ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. എല്ലാം വെച്ചാൽ നമ്മുടെ എക്വാളിറ്റി, സ്ത്രീകളിലെ എക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യേണ്ടത്, എന്തൊക്കെ നിങ്ങൾക്ക് കുറച്ച് ടിപ്സുകൾ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വീഡിയോ കേട്ടോ. നമ്മൾ ഇന്ന് കുറച്ചധികം ഫുഡുകൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ത്രീകളിലെ എക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഫുഡുകളാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു എക്വാളിറ്റി കൂട്ടണം എന്ന് പറയാനുള്ള കാരണം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ നമ്മുടെ എക്വാളിറ്റി അത്യാവശ്യമാണ്. ഈ ഒരു ഫെർട്ടിലിറ്റി ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഡയറ്റ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ എക്വാളിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റാണ് ഫെർട്ടിലിറ്റി ഡയറ്റ്. ഇതിനെ നമുക്ക് റെയിൻബോ ഡയറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് പലതരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും, ഈ ഒരു റെയിൻബോയുടെ കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റാണ്. അപ്പൊ ഈ ഒരു ഡയറ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ പറയാം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത്, ഈ ഒരു പീരീഡിൽ നിങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നും കൂടി ഇന്ന് ഞാനിവിടെ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ന്യൂട്രീഷൻ. അപ്പോൾ നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ന്യൂട്രീഷൻ, വൈറ്റമിൻസ് എല്ലാം ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലെല്ലാം അടങ്ങിയിരിക്കും. അപ്പൊ ഇനി പ്രധാനപ്പെട്ട ആയിട്ട് നമുക്ക് എന്താണ് കൂടുതലായിട്ടും ഈ ഒരു ടൈമിൽ കൂടുതലായിട്ട് ഈ ഒരു കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളാണ് കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു എഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ഒരു ഫ്രൂട്ടാണ്, ആദ്യത്തെ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എവക്കാഡോ ആണ്. എവക്കാഡോ നമ്മുടെ എഗ് ക്വാളിറ്റി കൂട്ടാൻ വളരെ നല്ലതാണ്. എവക്കാഡോയിൽ നിറയെ വൈറ്റമിൻസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അതുപോലെ തന്നെ അത് നമുക്ക് പല വിധത്തിൽ നമുക്ക് കഴിക്കാം. നമുക്കൊരു സ്മൂത്തി ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് സ്മാഷ് ചെയ്തിട്ട് നമ്മുടെ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു അങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയായാലും കഴിക്കാം. പല രീതിയിൽ നമുക്ക് എവക്കാഡോ കഴിക്കാം. അപ്പൊ എവക്കാഡോ ഡെയിലി നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഈ ഒരു എവക്കാഡോ വളരെ നല്ലതാണ്. അപ്പോൾ എവക്കാഡോ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. വൈറ്റമിൻ പ്രോട്ടീൻസിന്റെ പോലെ തന്നെ മെയിൻ ആയിട്ടും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് നമുക്ക് അയൺ. അപ്പൊ അയൺ കിട്ടുന്ന കൂടുതലായിട്ടും കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. കൂടുതലായിട്ടും ബീൻസ്, അതുപോലെ തന്നെ ലെന്റിൽസ്, നമുക്ക് കൂടുതലായിട്ടും പയറ്, പരിപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു ബീൻസ് നിങ്ങൾക്ക് പലതരത്തിലും ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഒരു സോയാബീൻ പോലെ ഇൻക്ലൂഡ് ചെയ്യാം. പല വെറൈറ്റീസ് ഓഫ് ബീൻസുകളുണ്ട്, അങ്ങനത്തെ ബീൻസുകൾ ഇൻക്ലൂഡ് ചെയ്യാം. സോയ ബീൻസ്, അതുപോലെ തന്നെ ചെറിയ ഗ്രീൻ പീസ്, അങ്ങനെ പലതരം ബീൻസുകൾ ഉണ്ടല്ലോ. അപ്പൊ എല്ലാ വെറൈറ്റീസ് ഓഫ് ബീൻസുകൾ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇതിൽ നന്നായിട്ടും അയൺ കണ്ടന്റ് നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെ മിനറൽസും നന്നായിട്ടുണ്ട്, വൈറ്റമിൻസും നന്നായിട്ടുണ്ട്, ബി കോംപ്ലക്സ്, മാഗ്നീഷ്യം, അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ലെന്റിൽസ് നിന്നും അതുപോലെ തന്നെ ബീൻസിൽ നിന്നും നമുക്ക് ധാരാളമായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നട്ട്സിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. നട്ട്സ് നമ്മൾ ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാതെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. മെയിൻ ആയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് വാൾനട്ട്, അതുപോലെ തന്നെ ബദാം, അതുപോലെ തന്നെ നമുക്ക് കാഷ്യൂ, നമുക്ക് ഈ ഒരു പീനട്ട്, കപ്പലണ്ടി, ഇതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും നല്ല ഒരു നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേസിൽ നട്ടാണ്. ബ്രേസിൽ നട്ടിൽ നന്നായിട്ട് സെലീനിയം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു സെലീനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിനറൽ നമുക്ക് നമ്മുടെ ഈ ഒരു എഗ് ഡാമേജിന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നട്ട് നന്നായിട്ടും ബ്രസീൽ നട്ട് കൂടുതലായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നട്ട്സിന്റെ പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് സീഡുകളിൽ നമുക്ക് മെയിൻ ആയിട്ടും ഈ ഒരു എള്ളുണ്ടല്ലോ, സെസ്മിൻ സീഡ് എന്ന് പറയും. അപ്പോൾ വെള്ള എള്ളും അതുപോലെ തന്നെ കറുത്ത എള്ളും വളരെ നല്ലതാണ്. അതിൽ നന്നായിട്ട് വൈറ്റമിൻസും പ്രോട്ടീൻസും റിച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് കൂടുതലായിട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ സാധാരണയായിട്ട് കറുത്ത എള്ള് കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നവരാണ്. പക്ഷെ വൈറ്റ്, നമുക്ക് വെള്ള എള്ള് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. അപ്പൊ വൈറ്റ് എള്ളും നിങ്ങൾ കുറച്ച് വാങ്ങിച്ചു വെക്കാം. നമുക്ക് എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ ഇടാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എള്ള് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളുണ്ട, അങ്ങനെയൊക്കെ ടൈപ്പ് ആ ഒരു എള്ള് നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ പല രീതിയിൽ നമുക്ക് ഈ എള്ള് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം.
ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ നമുക്ക് നമ്മുടെ ഈ ഒരു എള്ള് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ഈ ഒരു 2 എള്ളും ബ്ലാക്കും വൈറ്റും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ അത് നമുക്ക് ഈ ഒരു എഗ് ഡെവലപ്മെന്റിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു സീഡിന്റെ കാര്യം പറയാന്ന് വെച്ചാൽ നമുക്ക് പംകിൻ സീഡ്, അതുപോലെ തന്നെ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, അപ്പൊ സീഡ് സൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അത് നമുക്ക് ഈ ഒരു പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു സീഡ് സൈക്ലിംഗ് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പൊ ആ എത്ര ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് ആ ഒരു ആദ്യത്തെ ഒരു 14 ഡേയ്സ് നമ്മൾ ഈ ഒരു സീഡുകളാണ് കഴിക്കേണ്ടത്. രണ്ടാമത്തെ ആ ഒരു 2 സെഷൻ ആയിട്ടാണ്. അപ്പോൾ അടുത്ത സ്റ്റേജിൽ നമുക്ക് ഈ ഒരു 2 സീഡുകളാണ് കഴിക്കേണ്ടത്. അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു സീഡ് എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഈ സീഡുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സീഡുകൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഫ്രൂട്ട്സിന്റെ കാര്യം പറയാൻ വെച്ചാൽ നമുക്ക് ബെറീസ് ആണ് ഏറ്റവും നല്ലത്. നന്നായിട്ടും വൈറ്റമിൻ സി കണ്ടന്റ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോളേറ്റ് ഒക്കെ നമുക്ക് കൂടുതലായിട്ടും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബെറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രോബെറി, അതുപോലെ തന്നെ ബ്ലൂബെറീസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ പ്രധാനമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇലക്കറികളാണ്. ഇലക്കറികൾ നിങ്ങൾ അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഇലക്കറികളിൽ വൈറ്റമിൻ എ, ബി, സി, ഇ, അതുപോലെ തന്നെ നമുക്ക് മാഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോളേറ്റ്, അയേൺ ഒക്കെ കണ്ടന്റ് നന്നായിട്ട് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഇലക്കറികൾ. പ്രത്യേകിച്ചും ചീര, മുരിങ്ങ, ബ്രൊക്കോളി, കോളിഫ്ലവർ, കാബേജ്, പലതരമുള്ള ഇലക്കറികൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നാടൻ അയൺ ചീര എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നാടനായിട്ട് കിട്ടും. അപ്പൊ അതൊക്കെ വളരെ അയൺ കണ്ടന്റും ഭയങ്കരമായിട്ട് റിച്ച് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ഇലക്കറികൾ. അപ്പൊ ഇലക്കറികൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതെ കഴിച്ചേ പറ്റൂ. അപ്പൊ ഡെയിലി നമ്മൾ ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് നമ്മൾ ഡെയിലി അത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഇഞ്ചി നമ്മുടെ ഡൈജഷൻ നടക്കാനും മെറ്റബോളിസം ഒക്കെ കറക്റ്റ് ആവാനും ഇഞ്ചി വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് ഇഞ്ചി നമ്മൾ ഓൾറെഡി നമ്മുടെ കറീസിലൊക്കെ നമ്മൾ ഇഞ്ചി ഇടാറുണ്ട്. അതല്ലാതെ നമുക്ക് ഒരു ജിഞ്ചർ ടീ ഒക്കെ കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഈ ഇഞ്ചിയില് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഇത് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് നമ്മുടെ പട്ടയാണ്, സിനമൺ എന്ന് പറയും. ഈ നമ്മുടെ ഓവറിയുടെ ഫങ്ഷൻസ് ഒക്കെ നടക്കാനൊക്കെ സിനമൺ നമുക്ക് നല്ലതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചി ചായ ഉണ്ടല്ലോ, അതുപോലെ തന്നെ സിനമൺ ടീ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. അതും വളരെ നല്ലതാണ്. എന്താ വെച്ചാല് ഞാൻ ഓൾറെഡി നമ്മുടെ പീരീഡ്സ്, ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കൂടുതലായിട്ടും ഇഞ്ചി, അതുപോലെ തന്നെ ഈ ഒരു സീഡുകളാണ്. ഈ ഒരു നമ്മുടെ ഫെനൽ സീഡ്സ്, നമ്മുടെ ഈ പെരുംജീരകം, ജീരകം, അതുപോലെ തന്നെ ഈ പട്ട, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ആ ഒരു ഓവേറിയൻ ഫങ്ഷൻസ് ഒക്കെ നടക്കാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിനമണും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ നമുക്ക് സിനമൺ ടീ, അതുപോലെ തന്നെ ജിഞ്ചർ ടീയുടെ ഒപ്പം തന്നെ ഈ സിനമൺ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജിഞ്ചർ ടീയുടെ ഒപ്പം തന്നെ സിനമൺ പൗഡർ കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 2 സിനമൺ ടീം കൂടിയായി. അപ്പൊ അങ്ങനെയായാലും നിങ്ങൾക്ക് സിനമൺ ഇൻക്ലൂഡ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാലഡ് ഒക്കെ ആക്കുമ്പോൾ അതിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സിനമൺ പൗഡർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സിനമൺ PCOD ഒക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. അവരുടെ സൈക്കിൾ നോർമൽ ആക്കാനും അവർക്ക് ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഈ ഒരു സിനമൺ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ PCOD ഒക്കെ ഉള്ളവർ ഈ ഒരു സിനമൺ മിസ് ഔട്ട് ചെയ്യാതെ ഞാൻ പറഞ്ഞ രീതിയിൽ കഴിക്കാം. പിന്നെ വെള്ളം നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് വെള്ളം. അപ്പൊ വെള്ളത്തിന്റെ എമൗണ്ട് കുറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വരും. അപ്പൊ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ വെള്ളം നിങ്ങൾ ഒരു 2 ലിറ്റർ 3 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി ഇൻടേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഇതിൽ നിന്നും അവോയ്ഡ് ചെയ്ത് നിൽക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആൽക്കഹോൾ അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആൽക്കഹോൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. പിന്നെ കൂടുതലായിട്ടും ജങ്ക് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, കഫീൻ കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് കുറയ്ക്കുക, എന്തെങ്കിലും യോഗയോ മെഡിറ്റേഷനോ നിങ്ങൾ ട്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ വെയിറ്റും കുറയ്ക്കണം. വെയിറ്റ് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു BMI റേറ്റിൽ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്